ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ട് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ മലയാളികൾ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പാട്രിയോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം കൂടി ചേർന്ന് അഭിനയിക്കുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം 2021 സിനിമയ്ക്ക് ശേഷം വീണ്ടും ഈ രണ്ട് ബിഗ് എംഎംസ് ഒന്നുചേരുന്നൊരു സിനിമയും കൂടിയായത്. ഇതിലിപ്പോഴത്തെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മോഹൻലാലിൻ്റെ ഡബ്ബിംഗ് പൂർത്തിയായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെന്തായാലും നന്നായി. ഇനിയിപ്പോൾ അടുത്തത് വേറെ കുറേ ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവരും കൂടി കഴിയുമ്പോൾ ഈ പടങ്ങളുടെ ഈ വർഷം തന്നെ ഇറക്കുന്നത് 2026 ഏറ്റവും എന്താ പറയുക ഹയസ്റ്റ് ഇല്ലെങ്കിൽ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു എക്സൈറ്റായിട്ട് നിൽക്കുന്ന ഒരു മൂവി വെയിറ്റിംഗ് ആണ് പാട്രിയോട്ട് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് വരുന്നത് ഈ ബിഗ് എംഎംസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ കുഞ്ചിക്ക് ബോബൻ വരുന്നു, പിന്നെ നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ വരുന്നു. അതിലൊക്കെ കൂടെ തന്നെ ഇതിന് ഡയറക്ടറിൻ്റെ പേരൊരു വല്ലാത്തൊരു മനുഷ്യനാണ്, മഹേഷ് നാരായണൻ. അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ മാലിക് മുതൽ നമ്മൾ എന്തൊക്കെ കണ്ടിരിക്കുന്നില്ലേ, മാലിക് എന്നൊരു വലിയ സിനിമയൊക്കെ ചെയ്തിരിക്കുന്നത്, അതൊക്കെ ഒരു കിടുക്കാച്ചി മൂവി. ഫഹദ് എന്ന വ്യക്തിനെ ശരിക്കും വേറെ ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്തൊരു മൂവിയും കൂടിയായിരുന്നു. എന്തായാലും പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം മോഹൻലാൽ അല്ലെങ്കിൽ ലാൽ എന്ന വ്യക്തിയുടെ ആ ഒരു ഡബ്ബിങ് പൂർത്തിയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഓരോന്നോരോന്നായി പുറത്ത് വരും. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വലിയൊരു ട്രെയിലറല്ലേ. ട്രെയിലറും കൂടി വന്നു കഴിഞ്ഞാൽ സംഭവം കിടുക്കാച്ചായി. പിന്നെ ഈ തിയേറ്ററിൽ ഇതുവരെ കേട്ടതും കേൾക്കാൻ പോകാത്ത എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡും ഇനി ഈ സിനിമയുടെ പേരിലായിരിക്കുന്നതിൽ യാതൊരു സംശയം എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, കേൾക്കുന്ന ആളുകൾക്കും ഉണ്ടാവില്ല. കാരണം അത്രമാത്രം ഓവർ ഹൈപ്പാണ് ഈ മൂവി. ഏറ്റവും കൂടുതൽ ചിലപ്പോൾ മലയാള ഇൻഡസ്ട്രി ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ പോകുന്നത് ചിലപ്പോൾ ഇനി ഇതിലൂടെ ആയിരിക്കും. കാരണം ബിഗ് എംഎംസിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന രീതിയിലേക്ക് ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഓവർ വേൾഡിലേക്ക് ഈ സിനിമ എത്തുകയും എല്ലാ പ്രേക്ഷകരും കണ്ടു കാരണം ഇതുപോലൊരു സിനിമ മലയാളത്തിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവർക്കല്ലേ പറ്റുള്ളൂ. കാരണം അവിടെയല്ലേ ഈഗോ ഇല്ലാത്തൊരു സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാരണം ഒന്നിനൊന്നിനും എല്ലാവരും ബെറ്ററാണ്. കാരണം അവർ പരസ്പരം ബഹുമാനിച്ച് പരസ്പരം മനസ്സിലാക്കി ഒരു സിനിമയ്ക്ക് വേണ്ടി അണിചേരുന്നു. ചെറുതോ വലുതോ എന്ന ക്യാരക്ടർ നോക്കാതെ അവർ സിനിമയ്ക്ക് അണിചേരുന്നു എന്ന രീതിയിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാകുമ്പോൾ ഈ മഹേഷ് നാരായണൻ്റെ ഈ ഒരു വലിയൊരു സ്വപ്നം ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളുടെ സിനിമ കാണാനായിട്ട് ഒരേ സ്ക്രീനിൽ കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ വരുന്നതോടെ ആ ഒരു സ്വപ്നം നമ്മൾ ഓരോ സിനിമാ പ്രേമികളുടെയും ആ സ്വപ്നം കൂടി സഫലമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സാധനം വരുന്നത് നമുക്ക് ഏറെ സന്തോഷം. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണല്ലോ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. എന്താണ് ഈ സംഭവം ശരിക്കും ഈ സിനിമ ചെയ്യാൻ പോകുന്നത്? ബ്യൂറോക്രാറ്റ്സുമായി കണക്റ്റഡ് ആയിട്ടുള്ള മൂവീസാണോ, ഇനി വല്ല ഹൈജാക്ക് മൂവീസാണോ, എന്താണ് സബ്ജക്റ്റ് എന്ന് ഇതുവരെ ഡീകോഡ് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. ചിലപ്പോൾ രണ്ടുപേരും ഭയങ്കര ഒരു ബ്യൂറോക്രാറ്റ്സ് ബേസിലാണ്, ഒരാൾ ആർമിയാണെങ്കിൽ ഒരാൾ ബ്യൂറോക്രാറ്റ്സ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ ഉന്നം എന്താണ്, ആരാണ് ഇതിൻ്റെ മെയിൻ ശത്രു ഒന്നും അറിയത്തില്ല. കാരണം എത്ര എന്നെ തലതിരിഞ്ഞ് പറഞ്ഞിട്ടും കണ്ടിട്ടും ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഈ ഒരു ട്രെയിലർ ഒരു ടീസർ കണ്ടിട്ട് പോലും നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ ഒന്ന് മാത്രമേ എനിക്ക് മനസ്സിലായി, ആ ടീസറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സോ ഹൈ ആണ്. ഇതുവരെ മലയാളത്തിൽ ഇറങ്ങിയ ടീസറിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നവരല്ല അമ്മാതിരി തന്നെ. അതിലേക്ക് രണ്ട് മോഹൻലാൽ മമ്മൂട്ടിയുടെയും ആ ഒരു പെർഫോമൻസും കൂടി വന്നപ്പോൾ എൻ്റെ മോനെ എന്തുമാതിരി സാധനമാണല്ലേ. കിടു പറഞ്ഞാൽ കിടുകിടി കാച്ചെന്ന് പറയില്ല, ആ ലെവലായിരുന്നു. എന്തായാലും ഇനി അടുത്ത നമ്മുടെ സ്വന്തം ഒരു ബിഗ് എമ്മിൻ്റെ അപ്ഡേറ്റും കൂടി വരാണ്ട് അദ്ദേഹം കൂടി ഡബ് ചെയ്ത് പൂർത്തിയാകുന്നതോടുകൂടി ഈ സിനിമയുടെ ഒരു ഭാഗം കഴിഞ്ഞെന്ന് പറയാം. പിന്നെ എല്ലാം കുഞ്ഞു കുഞ്ഞു ആളുകളല്ലേ, അവരെല്ലാം പെട്ടെന്ന് കഴിഞ്ഞേക്കും. ഇവരുടെ ഡേറ്റ് ആണല്ലോ ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നം. അതും കൂടി കഴിയുമ്പോൾ ഈ സിനിമയുടെ ഒരു പകുതി ആശ്വാസമാണ് മക്കളെ. എന്തായാലും ഈ വർഷം തന്നെ ഈ സിനിമ ഇറക്കി വിടും അങ്ങോട്ട്. അതോടുകൂടി നമ്മൾ ഈ സിനിമയുടെ ഒരു ഭാഗമായി മാറും. എന്തായാലും പടം കിടുക്കാച്ചി ആവട്ടെ, ഞാനും ആഗ്രഹിക്കുന്നു, നിങ്ങളും ആഗ്രഹിക്കുന്നു. എന്തായാലും എങ്ങനെയാണ് ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ്, എങ്ങനെയാണ് കുഞ്ചക്ക ബോബൻ്റെ പെർഫോമൻസ്, എങ്ങനെയാണ് മറ്റുള്ള ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒന്നും അറിയത്തില്ല നമുക്ക്. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാമിയോ ഒക്കെ വരുമോ ഒന്നും അറിയില്ല. കാരണം അറിയാവുന്ന ഈ 4 ക്യാരക്ടർ മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ അല്ലേ. ബാക്കിയൊക്കെ നമുക്ക് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇവരൊക്കെ ഉണ്ടാവാം ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കാം, അങ്ങനെ ചിന്തിക്കാനേ പറ്റത്തുള്ളൂ. അതെല്ലാം ഒരു ബിഗ് അപ്ഡേറ്റ് കൊണ്ട് വരുന്നതോടുകൂടി നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇനി അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.